നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരു മോഷ്ടാവിന്റെ കഥയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. മരിയാർ ഭൂതം എന്ന് പറയുന്ന ഒരു മോഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു കള്ളനാണ്. എറണാകുളം ടൗൺ നോർത്തിലെ SRM റോഡ് മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി സ്വദേശിയാണ് മരിയാർ ഭൂതം എന്ന് പറയുന്നത്. അവൻ SRM റോഡ്, കേരളത്തിൽ എങ്ങും മോഷണം നടത്തിയല്ലോ, SRM റോഡ്, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ SRM റോഡ് മാത്രം കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. കാര്യം 6ാം വയസ്സിൽ അവൻ എറണാകുളം ടൗൺ നോർത്ത് ഈ പറഞ്ഞ SRM റോഡിൽ വന്നതാണ്. അവിടുത്തെ എല്ലാ ഏരിയയും അവൻ അറിയാം. പിടിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് ഓടണം, എങ്ങനെ രക്ഷപ്പെടണം, ആ സ്ഥലം അറിയാവുന്നത് കൊണ്ട് അവിടെ മാത്രമാണ് ഈ മരിയാർഭൂതം എന്ന് പറയുന്ന ഈ പറഞ്ഞ മോഷ്ടാവ് മോഷണം നടത്തുന്നത്. 2019 ഇതേപോലെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വീണ്ടും അവൻ അവിടെ മോഷണത്തിനായി വരികയാണ് ഉണ്ടായത്. അവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് റെസിഡൻസ് അസോസിയേഷനെ സമീപിക്കുകയും അസോസിയേഷനിലെ അംഗങ്ങളുമായി ചേർന്ന് ഇവനെ പിടിക്കുന്നതിനു വേണ്ടി പെട്രോളിംഗ് നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി ഈ മരിയാർഭൂതം എന്ന് പറയുന്ന കള്ളൻ, ഞങ്ങൾ പിടിക്കുവാൻ വേണ്ടി ഒരു കെട്ടിടത്തിൽ ഇവനെ കണ്ടു. പിടിക്കുവാൻ വേണ്ടി ഏകദേശം 100ഓളം ആൾക്കാരുണ്ട്. ഞങ്ങൾ അവനെ ആ കെട്ടിടത്തിന്റെ അങ്ങോട്ട് ചെന്ന സമയത്ത് ഇവൻ ആ കെട്ടിടത്തിൽ നിന്ന് ചാടി ഓടുകയാണ് ഉണ്ടായത്. പക്ഷെ ചാടിയ സമയത്ത് അവന് പരിക്ക് പറ്റുകയുണ്ടായി. അപ്പോ അസോസിയേഷൻ അങ്ങനെ പോലീസുമായി സഹകരിച്ചതിന്റെ ഫലമായിട്ട് അവന്റെ ശല്യം അവിടെ പൂർണ്ണമായും അവസാനിക്കുകയാണ് ഉണ്ടായത്. കാര്യം പരിക്ക് പറ്റിയതിനാൽ പിന്നെ അവിടെ തുടരുവാൻ അവന് സാധിച്ചില്ല, പിടിക്കുവാൻ സാധിച്ചില്ല. അന്ന് 2023 അവനെ നോർത്ത് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. പക്ഷെ അന്ന് അവനെ പിടിക്കുവാൻ സാധിച്ചില്ല. ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഈ പറഞ്ഞ പോലീസുമായി സഹകരിച്ച് പെട്രോളിങ്ങും അതേപോലുള്ള പ്രവർത്തനങ്ങളും നടത്തിയതിന്റെ ഫലമായി അവന്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് രാത്രികാലങ്ങളിൽ മോഷണം അതേപോലുള്ള എന്തെങ്കിലും ഒഫൻസുകൾ കൂടിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ശല്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം ജനമൈത്രി ബീറ്റുകൾ അയക്കുവാനാണ് പറയുന്നത്. അതായത് നമുക്ക് ക്യാമ്പുകളിൽ നിന്നും മറ്റും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തരും, 10 പോലീസ് ഉദ്യോഗസ്ഥരെ തരും. ഒരു ബൈക്കില് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സിവിലിയനും ഒരു നാട്ടുകാരനും ചേർന്ന് പെട്രോളിംഗ് നടത്തുക. അതാണ് ജനമൈത്രി ബീറ്റ് പോവുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ ജനമൈത്രി ബീറ്റ് പോകണമെങ്കിൽ പോലീസിനെ സഹായിക്കുന്നത് ഇതേപോലുള്ള റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളാണ്. അവരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സിവിലിയൻ, അതായത് നാട്ടുകാരെ നമുക്ക് തരുന്നത്. അപ്പോ ഇതേപോലുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും ജനമൈത്രി പോലീസ് സംവിധാനം കാര്യക്ഷമമായി നടത്തുവാൻ പോലീസിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് അസോസിയേഷൻ. അപ്പൊ അതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്.